പറഞ്ഞത് ഇങ്ങോട്ട് പോന്നു, ആ ഒരു വൈകാരികതയിൽ ഇവിടേക്ക് പോന്നു. രാത്രിയാണ് പലരും വന്ന് ഇവിടെ ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് കടകളൊക്കെ തന്നെ അടച്ച ഒരു അവസ്ഥയൊക്കെ ആയിരുന്നു. ഇവിടെ വന്നിരിക്കുകയാണ്. ഇപ്പോഴും അവർ പറയുന്നത് ഇനിയിപ്പോൾ ഇത് കഴിയട്ടെ എന്നുള്ള ഒരു മറുപടിയാണ് പറയുന്നത്. ആർക്കും അവരവരുടെ കാര്യങ്ങളല്ല, മറിച്ച് അവസാനമായി VS ഒന്ന് കാണുക എന്നുള്ളതാണ്. വിശപ്പും മഴയും ഈ പറഞ്ഞ പ്രതികൂല കാലാവസ്ഥയും ഒന്നും VS കാണാൻ നിൽക്കുന്നവർക്ക് അതൊരു അവരെ ഒട്ടും പിന്നോട്ടടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. അത്രമേൽ ആളുകൾ ഇവിടേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. എത്ര നേരമായി? ഞങ്ങൾ 1 മണിയോടുകൂടി എത്തിയതാണ്. 1 മണിക്കാണ്. ഏതാ സ്ഥലം? പാലക്കാട് ഒറ്റപ്പാലം, പാലക്കാട് ജില്ല ഒറ്റപ്പാലം. പുതിയ തലമുറയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാവുന്നു. തീർച്ചയായും ഞങ്ങൾ യുവാക്കൾക്കും വലിയൊരു ആവേശം തന്നെയാണ് VS. നമ്മൾ സമൂഹത്തിൻ്റെ പല പരിച്ഛേദം നമുക്കിവിടെ കാണാൻ കഴിയും എന്നുള്ളതാണ്. പല രീതിയിലുള്ള ആളുകൾ വന്നിട്ടുണ്ട്. പലതരത്തിലുള്ള താല്പര്യങ്ങളുള്ള ആളുകൾ, VSനെ രാഷ്ട്രീയമായി സ്നേഹിക്കുന്ന ആളുകൾ, മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ നമുക്കറിയാം. ഇതിലെയും ഐസ്ക്രീം കേസൊക്കെ അദ്ദേഹം നടത്തിയ നിയമ പോരാട്ടങ്ങൾ ഒരുപക്ഷെ ഒരു ഭരണാധികാരിയും ഇങ്ങനെ ഒരു കേസുകളെ ഫോളോ അപ്പ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടേയില്ല. ഏറ്റവും ഒടുവിൽ VS ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത് കേരളത്തിലെ സ്ത്രീകളുടെ ഒരു ഉറപ്പായിരുന്നു. VSന് മുന്നിലേക്ക് ഒരു വിഷയം അവതരിപ്പിക്കാനായി എത്തിക്കഴിഞ്ഞാൽ, VSന് അത് മനസ്സിലായി കഴിഞ്ഞാൽ അതിൻ്റെ അവസാനം വരെ തങ്ങൾക്കൊപ്പം ഉണ്ടാകും. ഒരു പക്ഷേ അതിൽ ഇരയാക്കപ്പെടുന്ന ആളുകൾ പോലും മാനസികമായി മടുത്ത് പിന്മാറിയാൽ പോലും VS അത്തരത്തിൽ ഉള്ള ആളുകളെ വെറുതെ വിടില്ല എന്നുള്ള പല പോരാട്ടങ്ങളും നമ്മൾ കണ്ടതാണ്. രാഷ്ട്രീയ അഴിമതിക്കും ഒപ്പം തന്നെ സ്ത്രീകൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾക്കും ഒരു കാരണവശാലും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത നേതാവായിരുന്നു. എല്ലാവർക്കും ഇപ്പോൾ ഈ കൂടിയിരിക്കുന്ന പാർട്ടി പ്രവർത്തകർക്കോ യുവജനങ്ങൾക്കോ ഒന്നും മാധ്യമങ്ങൾക്ക് പോലും, മാധ്യമ പ്രവർത്തകർക്ക് പോലും അദ്ദേഹം എപ്പോഴും ഒരു അത്ഭുതമായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ ഇടപെടലുകൾ, ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്, നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതെന്താണ് എന്ന് വിളിച്ച് തിരുവനന്തപുരത്താണെങ്കിൽ പോലും ഒരു കാര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്താൽ അത് ശ്രദ്ധയിൽപ്പെട്ടാൽ അദ്ദേഹം നമ്മളെ വിളിച്ച് തിരക്കും ഇത് എന്താണ്, അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾ നമ്മളെ വിളിക്കുകയും കേൾക്കുകയും ചെയ്യും. അത്തരം ഭാഗ്യം നമ്മൾക്കും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇനിയുള്ള തലമുറയ്ക്ക് ഇനി ആ ഒരു ഭാഗ്യം അനുഭവിക്കാനുള്ള ഒരു അവസരം നഷ്ടപ്പെട്ടു പോവുകയാണ്. ഓരോ ആളുകൾക്കും അത്രമേൽ വലിയൊരു പാഠപുസ്തകമാണ് VS അച്യുതാനന്ദൻ എന്നുള്ളതാണ്. വയനാട്ടിൽ നിന്നാണ് വരുന്നത്. ഇന്നലെ വന്നതാണ്. ചങ്കാണ് ഇവിടെയാണ്. നമുക്ക് ഒരുപാട് പ്രവർത്തിക്കാനുള്ള ഒരു ഊർജം VSന്റെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ നമുക്ക് മരണമില്ല ഇവിടെ ഉണ്ടാവും. നമുക്കൊരു 102-ാം വയസ്സിൽ ഒരാൾ വിട്ടുപോകുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതചക്രം ഒരുപാട് പൂർത്തിയാക്കിയാണ് VS വിട വാങ്ങുന്നത്. പക്ഷെ അപ്പോൾ പോലും ഒരു മരണത്തെ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. തീർച്ചയായും. എങ്ങനെയാണ് VS വയസ്സായിട്ടില്ല? ആര് പറഞ്ഞു വയസ്സായിട്ടുണ്ടെന്ന്? VS ഇപ്പോഴും യുവാവാണ്. വയസ്സായിട്ടില്ല, അത് തെറ്റാണ് നിങ്ങൾ കാരണം. വയസ്സായെന്ന് പറയാൻ പാടില്ല. VS ഇപ്പോഴും യുവാവാണ്. അങ്ങനെ തന്നെയാണ് എല്ലാവരുടെയും. ഞങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നത്. എനിക്കിപ്പോൾ 60 വയസ്സായെന്ന് വിചാരിക്കും. നമുക്ക് പ്രായമായി, പക്ഷെ VSന് പ്രായമായിട്ടില്ല. നമ്മളെ VSന് പ്രായമായിരുന്നുണ്ടെങ്കിൽ ഞങ്ങളിവിടെ വരുമോ? ഞങ്ങളൊക്കെ പാർട്ടിയിലേക്ക് വന്നത് VSന്റെ പ്രവർത്തനം കണ്ടിട്ടാണ്. VSന്റെ പ്രവർത്തനം, VSന്റെ ശൈലിയും കണ്ടിട്ടാണ് ഞങ്ങളൊക്കെ പാർട്ടിയിലേക്ക് വന്നത്. അപ്പം VSന് പ്രായമായിട്ടൊന്നുമില്ല. അല്ലേ? ശരി, അതാണ്. അതായത് പറയുന്നത് നമുക്ക് പ്രായമാകുമായിരിക്കും, നമ്മളും കടന്നു പോവുകയാണ് പ്രായത്തിൻ്റെ കൂടുതൽ ഇതിലേക്ക്. അദ്ദേഹം പറഞ്ഞ പോലെ അദ്ദേഹത്തിന് 60 വയസ്സായി, പക്ഷേ ഞാൻ പ്രായമായിട്ടുണ്ട്, പക്ഷേ VS പ്രായമായിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹം കടന്നു വന്നത് പോലും VSന്റെ പ്രവർത്തനങ്ങൾ കണ്ടാണ് ഈ പാർട്ടിയിൽ ആകർഷണമായി കടന്നു വന്നതെന്നുള്ളതാണ് പറയുന്നത്. ഓരോ ആളുകൾക്കും ഓരോ സങ്കല്പങ്ങളും, ഒപ്പം തന്നെ VS എന്ന് പറയുന്നത് സങ്കല്പങ്ങളല്ല, മറിച്ച് പച്ചയായ ജീവിത യാഥാർത്ഥ്യമായിരുന്നു എല്ലാവർക്കും. VSന്റെ ജീവിതവും അങ്ങനെ തന്നെയായിരുന്നു. നമുക്കറിയാം, വളരെ ചെറുപ്പകാലം തൊട്ട് അനുഭവിച്ച കൊടിയ യാതനകൾ അടക്കമുള്ള കാര്യങ്ങൾ VSനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വീടിൻ്റെ സാഹചര്യത്തിൽ ഒരിക്കലും വീട് വിട്ട് തൊഴിൽ വിട്ട് പോകാൻ കഴിയാത്ത ദരിദ്രമായ ഒരു ദാരിദ്ര്യം നിറഞ്ഞൊരു സാഹചര്യത്തിൽ ജീവിച്ചിരുന്ന VS ആണ്. പക്ഷേ എന്നിട്ടും VS പോകേണ്ട വഴിയിൽ പോയി. ഒരു തയ്യൽ മെഷീനുമായി കൈനഗിരിയിലേക്ക് സ്വന്തം ചേട്ടൻ കൊണ്ടാക്കിയ ആള് പിന്നീട് ആ ചേട്ടൻ പോയ തയ്യൽ മെഷീൻ എടുത്തുകൊണ്ട് തിരികെ കൊണ്ടുവരുന്ന ഗംഗാധരൻ
അദ്ദേഹം പോയി ആ തയ്യൽ മെഷീൻ തിരികെ കൊണ്ടുവരേണ്ട അവസ്ഥ വന്നു. VS ആ വഴിക്ക് പോയി എന്നുള്ളതാണ്. തിരിച്ച് വീണ്ടും സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചുകൊണ്ട് ആസ്പിൻവാൾ കമ്പനിയിലേക്ക് VS അച്യുതാനന്ദൻ ഒരു ടെൻറ്റ് തയ്ക്കുന്ന തൊഴിലാളിയായി കടന്നു വരുന്നു. പക്ഷേ അവിടെയും VSനെ നയിച്ചത് പാർട്ടിയുടെ വഴികളായിരുന്നു. പി കൃഷ്ണപിള്ളയെ പോലെയുള്ള സൈമൺ ആശാനെ പോലെയുള്ള സീനിയറായിട്ടുള്ള നേതാക്കന്മാർക്ക് കീഴിൽ പരുവപ്പെട്ട ആർ സുഗതനെ പോലെയുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കൊപ്പം TV തോമസിനെ പോലെയുള്ളവർക്കൊപ്പം മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ള EMSുമായി അടുത്തിടപെടുവാൻ കഴിഞ്ഞിട്ടുള്ള അങ്ങനെ മറ്റൊരു പാർട്ടി നേതാവ് നമുക്ക് വാക്കുകൾ കൊണ്ട് ആ ഒരു കാലഘട്ടത്തിലുള്ള അല്ലെങ്കിൽ അത്രയധികം സംഭാവനകൾ നൽകിയ മറ്റൊരു പാർട്ടി നേതാവ് ഇവിടെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാനാകും. ഒരുപാട് യാതനകൾ അദ്ദേഹം ഒരുപക്ഷെ ഒരിക്കൽ ഞാൻ ശ്രീജ നേരത്തെ കണ്ടത് ഓർമ്മയുണ്ട്. അതായത് മുമ്പൊരിക്കൽ VSന്റെ സഹോദരി ആഴിക്കുട്ടിയെ മാധ്യമപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമുക്ക് പുള്ളിക്കാരിയുമായി സംസാരിക്കാൻ ഇടവന്നിരുന്നു. ഇന്നിപ്പോൾ അത് വാർദ്ധക്യവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓർമ്മക്കുറവും ഒക്കെ വന്നു. പക്ഷെ അന്ന് സംസാരിച്ച കാര്യങ്ങൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കണ്ണീരോടുകൂടി പറഞ്ഞ വാക്കുകൾ, അതായത് കൊച്ചണ്ണനെ ജയിലിൽ കാണാൻ പോയ സമയം പൂഞ്ഞാറിൽ നിന്നും പുനപ്രവയലാർ സമരം ഇവിടെ കൊടുമ്പിരി കൊണ്ട സമയത്ത് പുനപ്രവയലാറിന് നേതൃത്വം കൊടുത്ത നേതാവായിരുന്നു. അന്ന് പാർട്ടി സെക്രട്ടറിയുടെ അടക്കമുള്ള നിർദ്ദേശപ്രകാരമാണ് VS സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും പൂഞ്ഞാറിലേക്ക് ഒളിവിൽ പോവുകയും ചെയ്ത്. എന്നിട്ടും ആ പുനപ്രവയലാർ സമരം നടക്കുന്ന രാത്രിയിൽ VS ഇവിടെ എത്തി എന്നുള്ളതാണ്. VS എത്തി ഒരു തെങ്ങുകയറ്റ തൊഴിലാളിയുടെ വീട്ടിലായിരുന്നു VS ഉണ്ടായിരുന്നത്. കൊടിയ മർദ്ദനങ്ങൾ തങ്ങളുടെ കൂടെയുള്ള സഖാക്കളെ ഏറ്റുവാങ്ങിയത് VS അച്യുതാനന്ദൻ പറഞ്ഞു. വലിയ വിഷമം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പൂഞ്ഞാറിലേക്ക് മടങ്ങിപ്പോയ അദ്ദേഹം ക്രൂരമായ മർദ്ദനത്തിനാണ് ഇരയായിട്ടുള്ളത്. അന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരിയായ ആഴിക്കുട്ടി നമ്മളോട് പങ്കുവച്ച വാക്കുകൾ ഇങ്ങനെയായിരുന്നു. കൊച്ചണ്ണനെ കാണാനായി ഗംഗാധരൻ എന്ന് പറഞ്ഞ മൂത്ത സഹോദരൻ അദ്ദേഹം ജയിലിലേക്ക് ചെല്ലുമ്പോൾ നിരങ്ങി വരുന്ന VSനെയാണ് കണ്ടത് എന്നുള്ളതാണ്. ഒരു തോർത്തായിരുന്നു ഉടുത്തിരുന്നത്. കാല് വയണച്ചു കുത്തിയിറക്കിയ കാല് പഴുത്ത് അത് വീങ്ങിക്കെട്ടിയ കാലുമായി നിരങ്ങി ജയിലിൽ വരുന്ന VSനെയാണ് കണ്ടതെന്ന് പറഞ്ഞവർ നമ്മുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞു. ഈ കുടുംബം, VSന്റെ കുടുംബവും നൽകിയ സംഭാവനകൾ ചെറുതല്ല. കാരണം വലിയ പ്രതിസന്ധിയിലൂടെയാണ് VS അച്യുതാനന്ദൻ്റെ കുടുംബം കടന്നുപോയിരുന്നത്. 4ാമത്തെ വയസ്സിൽ അമ്മയെ നഷ്ടപ്പെട്ടു. ഒപ്പം തന്നെ തുടർന്ന് 11ാമത്തെ വയസ്സിൽ അച്ഛനെ കൂടി നഷ്ടപ്പെടുന്നതോടെ ആ വീട് സാമ്പത്തികമായി ഒട്ടും ഭദ്രതയില്ലാത്ത ഒരു കുടുംബമായിരുന്നു. അവിടെ നിന്നും ഒരാളെ പൂർണ്ണമായി സംഘടനാ പ്രവർത്തനത്തിലേക്ക് വിട്ടു നൽകാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അത് ആ കുടുംബം കൂടി നൽകിയിട്ടുള്ള സംഭാവനയാണ് എന്നുള്ളതാണ്. ആസ്പിൻവാൾ കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് പോലും VS അച്യുതാനന്ദൻ അന്ന് VS സംഘടനാ പ്രവർത്തനത്തിൽ, ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിൽ സജീവമാണെങ്കിൽ പോലും മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകനായി മാറണം എന്നുള്ള നിർദ്ദേശം നൽകിയത് P കൃഷ്ണപിള്ളയാണ്. അന്ന് ആസ്പിൻവാൾ കമ്പനിയിൽ വെച്ച് 2 ദിവസം നീണ്ടുനിന്ന മുഴുനീള പാർട്ടി പഠന ക്ലാസ്സിൽ പങ്കെടുത്ത ശേഷമാണ് VS ഒരു കൃത്യമായൊരു രാഷ്ട്രീയ ബോധം, ഒരു ദിശാബോധം VSന്റെ കാഴ്ചപ്പാടിലുണ്ടാവുകയും VSന്റെ കഴിവ് തിരിച്ചറിഞ്ഞ P കൃഷ്ണപിള്ളയാണ് മുഴുവൻ സമയ പാർട്ടി പ്രവർത്തനത്തിലേക്ക് പോകണം എന്ന് പറയുകയും ചെയ്തിട്ടുള്ളത്. ആ ഘട്ടത്തിൽ അങ്ങനെ പറയുമ്പോൾ പോലും VS അച്യുതാനന്ദൻ അന്നൊരു തീരുമാനം എടുക്കണമെങ്കിൽ സഹോദരനോടുൾപ്പെടെ ചോദിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം വീടിൻ്റെ ദാരിദ്ര്യം അത്രമേൽ ഉണ്ടായിരുന്നു ഈ കുടുംബത്തിൽ എന്നുള്ളതാണ്. പക്ഷേ